രാഹുൽ, കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബേപ്പൂർ എന്ന് പറയേണ്ടി വരും. ചിലപ്പോഴുള്ള ബേപ്പൂരാണ്. അവിടെ മത്സരിക്കുകയാണെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് PV അൻവർ ആയിരുന്നു. PV അൻവറിനെ നമുക്കറിയാം രാഷ്ട്രീയപരമായി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, പല ട്വിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള, കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് PV അൻവർ എന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിക്കുന്നത് ബേപ്പൂരിലാണ്. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, ചിലപ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രിയാകുമെന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്ന PA മുഹമ്മദ് റിയാസ് ആണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ബേപ്പൂരിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം PV അൻവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 4 അപരന്മാർക്കെതിരെയാണ് ഞാൻ മത്സരിക്കേണ്ടത് എന്ന്. അപ്പോൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഒരു രാഷ്ട്രീയ മര്യാദ എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിലും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസിന് ഭയമാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. 4 അപരന്മാരെ നിർത്തി 5-മോ 6-മോ ആണ് PV അൻവറിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേര് വരിക എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ബേപ്പൂരിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ബേപ്പൂര് സ്വാഭാവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു LDF മണ്ഡലമാണ് എന്ന് പറയുമ്പോഴും അവിടെ PV അൻവറിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. PV അൻവറിന്റെ ഗ്യാസ് കുറ്റിയാണ് ചിഹ്നം വരുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. UDF-നോടൊപ്പം ആണെങ്കിൽ പോലും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ അംഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഗ്യാസ് കുറ്റിയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇലക്ഷന് അതേ പേരുള്ള 2-3 അപരന്മാരെ നിർത്തി കഴിഞ്ഞാൽ ആ വോട്ടുകൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതെ, ഇപ്പൊ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കും, അതെങ്ങനെയാണ് ആള് മാറിപ്പോകുന്നത്? ഒരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നം മാറിപ്പോകില്ലല്ലോ, നമുക്ക് മനസ്സിലാകുമല്ലോ, അത് കൃത്യമായി തന്നെ മനസ്സിലാവുന്നു. പക്ഷെ അല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരം അപരന്മാർ 500-ഉം 200-ഉം 2000 വോട്ടുകളൊക്കെ നേടി, 4000 വോട്ട് വാങ്ങിച്ച അപരന്മാർ വോട്ട് നേടി മാറാറുണ്ട്. അവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ലായിരിക്കാം, പക്ഷേ ഈ പറഞ്ഞ 4000 വോട്ട് എന്ന് പറയുന്നത് പലയിടത്തും നിർണായകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പാലക്കാട് ഒരിക്കൽ ഷാഫി പറമ്പിൽ ജയിച്ചത് 4000 വോട്ടുകൾക്കാണ്. അപ്പോൾ 4000 വോട്ട് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞ 4 അപരന്മാരാകുമ്പോൾ ഒരാൾ 1000 വെച്ച് കഴിഞ്ഞാൽ 4000 വോട്ട് മാറി. അതെ, വലിയ വ്യത്യാസം അവിടെ ഉണ്ടാകും. അല്ല, ബേപ്പൂരിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2016 അവിടെ മത്സരിക്കുന്നത് PKC മുഹമ്മദ് കോയയാണ്. അദ്ദേഹം വാങ്ങിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 69,114 വോട്ടുകളാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. അവിടെ അതേപോലെ തന്നെ കോൺഗ്രസ് വാങ്ങിക്കുന്നത് 51,751 വോട്ടുകളാണ്. BJPക്ക് വേണ്ടിയിട്ട് KP പ്രകാശ് ബാബു ആണ്. അദ്ദേഹം 27,958 വോട്ടുകളാണ് 2016 വാങ്ങിക്കുന്നത്. 2021 വരികയാണെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസ് വരുമ്പോൾ ഭൂരിപക്ഷം വളരെയധികം ഉയർത്തിയാണ് അദ്ദേഹം വരുന്നത്. 82,165 വോട്ടാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. അതായത് 69,000 വോട്ട് വാങ്ങിച്ചെടുത്ത് നിന്ന് 82,000 പോകുന്ന ഒരു സാഹചര്യം. അവിടെ ഏകദേശം 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, അതായത് ഉയർച്ചയിലാണ് മുഹമ്മദ് റിയാസ് വിജയിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ്. ഏകദേശം 10-27,000 വോട്ട് വരും. കാരണം PM നിയാസ് എന്ന് പറയുന്നതായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം വാങ്ങിച്ചത് 53,418 വോട്ടുകളാണ്. അപ്പോൾ 53,000-ൽ നിന്നും 82,000, ഇത്രയും വോട്ടാണ് PV അൻവർ അവിടെ കവർ ചെയ്യേണ്ടത്. അതായത് 52,000-ൽ നിന്നും ഈ 82,000 ഉണ്ടായിരുന്ന വോട്ടുകളെ കവർ ചെയ്ത് ഓരോ വോട്ടിനെങ്കിലും വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ PV അൻവർ എത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടെ ചില വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നിലമ്പൂര് കണ്ടതാണ്. നിലമ്പൂര് ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ, അതായത് നിലമ്പൂര് രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ആദ്യമേ കോൺഗ്രസിനെ ഒന്ന് പരിധിയിലാക്കാൻ നോക്കി, കോൺഗ്രസ് സമ്മതിച്ചില്ല. അദ്ദേഹം അവസാനം പറഞ്ഞു, ഞാൻ എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ഒറ്റയ്ക്ക് മത്സരിച്ച് 13,000 വോട്ടുകൾ അദ്ദേഹം അവിടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പോക്കറ്റുകൾ കൃത്യമായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബേപ്പൂരും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പോക്കറ്റുകൾ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം അങ്ങനെയുള്ള വോട്ടുകൾ അദ്ദേഹം കൈക്കലാക്കി കഴിഞ്ഞാൽ വലിയൊരു മത്സരമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. മുഖ്യമന്ത്രിയോടുള്ളൊരു ദേഷ്യമുണ്ട്, ഈ ഭരണ സംവിധാനത്തോടുള്ള ദേഷ്യമുണ്ട്. ആളുകൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇതെല്ലാം ചെയ്യുന്നത്, അതായത് പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ, മരുമകനിസം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ രാഹുൽ, അവിടെയുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയാണ്. അവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വോട്ട് ചെറുതൊന്നുമല്ല. അപ്പോൾ കൃത്യമായി LDF-ന് വലിയ വേരുള്ള മണ്ണാണ് ഈ പറഞ്ഞ ബേപ്പൂർ എന്ന് പറയുന്നത്. അവിടെ തന്നെ മന്ത്രി
ഭാവിയിൽ ഇപ്പോൾ മൂന്നാം പിണറായി സർക്കാർ വരികയാണെങ്കിൽ വീണ്ടും മന്ത്രിയാകാൻ പൊട്ടൻഷ്യൽ ഉള്ള, വീണ്ടും മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ അവിടെ ഒരു വോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബേപ്പൂർ ഫെസ്റ്റ് പോലുള്ള പല പരിപാടികൾ അവിടെ നടത്തി. ഇതെല്ലാം ബേപ്പൂരുകാർക്ക്, നമുക്ക് പറയുമ്പോൾ അതൊരു പേര് മാത്രമാണെങ്കിലും ആ പ്രദേശത്തെ ആൾക്കാർക്ക് ഇതെല്ലാം വളരെ ഇമോഷണലായ, വളരെ അടുപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ PM മുഹമ്മദ് റിയാസിന്റെ സാധ്യതയെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അല്ല, അതൊരു LDF മണ്ണാണ്. LDFന് ശക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അവിടുത്തെ നമുക്കറിയാവുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ കൃത്യമായിട്ട് ഈ UDF ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ രാഷ്ട്രീയ ട്വിസ്റ്റുകൾ അവിടെ ഉണ്ട്. എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള രാഷ്ട്രീയ ട്വിസ്റ്റുകളുണ്ട്. ഇതെല്ലാം LDF കോട്ടയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലും എങ്ങനെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അത് UDFന് അനുകൂലമായിട്ട് മാറുന്നു എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണുകൾ നോക്കിയിട്ട് നമ്മൾ, അതായത് നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. എന്നാലും ഒരു ഏകദേശ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ബേപ്പൂരിലേക്ക് വരികയാണെങ്കിൽ ബേപ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് മുഹമ്മദ് റിയാസിന് അനുകൂലമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത്ര അനുകൂലമല്ല. പക്ഷെ അവിടെ കവർ ചെയ്യേണ്ട വോട്ട് എന്ന് പറയുന്നത് 10,27,000 വോട്ടിന് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. അതെങ്ങനെ PV അൻവർ ഫാക്ടർ ഉണ്ടാകുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഈ PV അൻവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബേപ്പൂരിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റാഗ്നന്റ് ആയ, പെർമനന്റ് ആയ കോൺഗ്രസ് വോട്ടുകൾ എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലമ്പൂരാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ണുമടച്ച് മത്സരിക്കാമായിരുന്നു. അത്ര ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് കൂടെ കൂട്ടുന്ന, UDF കൂടെ കൂട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ കൂടെ കൂട്ടിയിട്ടുണ്ട്, പിന്തുണ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കോൺഗ്രസ് ടിക്കറ്റിലെ വോട്ടുകൾ എത്രത്തോളം പോകും എന്നുള്ളതാണ് അവിടെ ചോദ്യമായി ബാക്കി വരിക. എത്ര തന്നെ പറഞ്ഞാലും PM മുഹമ്മദ് റിയാസ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ചെയ്തില്ല എന്നല്ല, എന്തൊക്കെ ചെയ്തു എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ PR വർക്കുകൾ നടക്കുന്നുണ്ടല്ലോ, അത് വളരെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഒരു റീലിന് വരെ അദ്ദേഹം 25 ലക്ഷം രൂപയൊക്കെ കൊടുത്തിടണം ഓരോ റീലും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള മികവ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു അംഗൻവാടി കെട്ടിടം തന്നെയാണെങ്കിൽ 1 ലക്ഷത്തിന് പണിയേണ്ടത് 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ ആയിരിക്കും അദ്ദേഹം പണിതിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ അത് നോക്കിക്കണ്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതെ. അപ്പോൾ കഴിഞ്ഞ നമ്മൾ BJP കാൻഡിഡേറ്റിനെ പറ്റി കൂടി അറിഞ്ഞിരിക്കേണ്ടിയുണ്ട്. KP പ്രകാശ് ബാബുവാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും കഴിഞ്ഞ 2 തവണയും അദ്ദേഹം തന്നെയാണ് മത്സരിച്ചത്. BJPക്ക് അവിടെ ഒരു സ്റ്റാഗ്നന്റ് ആയ ഒരു ക്രൗഡ് ഉണ്ട്. 26,000-നും 28,000-നും ഇടയിലുള്ള വോട്ടുകൾ കൃത്യമായി BJPയുടെ പെട്ടിയിലേക്ക് വീഴുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്. അതല്ല എങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഡീല് നടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 27,000-ൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയും ഭൂരിപക്ഷം ഈ പറഞ്ഞ 82,000 വോട്ടുകൾ കിട്ടിയെന്ന് പറഞ്ഞതിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, 90,000-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ ഡീല് എന്നുള്ളത് സത്യമാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു വിലയിരുത്തൽ പ്രകാരം എന്റെ ഒരു കാൽക്കുലേഷനിൽ PM മുഹമ്മദ് റിയാസ് തന്നെയോടെ മത്സരിക്കാനാണ് സാധ്യത. മന്ത്രി എന്നുള്ള പ്രിവിലേജ്, അതുപോലെ തന്നെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ഇനി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, അവർ പ്രതിപക്ഷത്താണെങ്കിൽ ഞാനില്ല, ഭരണപക്ഷത്താണെങ്കിൽ ആദ്യ കുറച്ചു നാൾ ഞാൻ മന്ത്രിയാകാം, പിന്നെ ആരായിരിക്കും മന്ത്രിയാവുക? ഉറപ്പായും അദ്ദേഹം PM മുഹമ്മദ് റിയാസ് തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുക. അവിടെ നടക്കുന്ന ക്യാമ്പയിനുകളും അത്തരത്തിൽ തന്നെ ആകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണ വീടുകളിൽ കയറി നാളെ മുഖ്യമന്ത്രി ആകേണ്ട ആള് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ MLA ആണെന്ന് പറയുമ്പോൾ നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ഒരു 10 വോട്ട് കിട്ടും, ഉറപ്പായും കിട്ടും. അതൊരു ഹ്യൂമൻ സൈക്കോളജി മാത്രമാണ്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ സാമുദായിക വോട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ PV അൻവർ എല്ലാ സാമുദായിക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി അവരുടെ എല്ലാം കൃത്യമായ വോട്ട് എനിക്ക് കിട്ടണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷമാണെങ്കിലും മുഹമ്മദ് റിയാസും ഇതുപോലെ തന്നെ എല്ലാ സാമുദായിക നേതാക്കളെയും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ സാഹചര്യം ഇടത്തേക്ക് തന്നെ എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന ഭരണവിരുദ്ധ തരംഗത്തിന്റെ കാറ്റിൽ മുഹമ്മദ് റിയാസിനെ ഏകദേശം ഒരു 2,000-3,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ PV അൻവർ തോൽപ്പിച്ച് കടന്നു വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.